ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മന്നയിൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാൽ എഴുതപ്പെട്ട സദൃശവാക്യങ്ങളുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: യഹോവ ഭക്തന് ദൃഢനിശ്ചയമുണ്ട്, അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവ തിരുമുഖം അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവത്തിൻ്റെ സഹിത്വവും സാന്നിധ്യവും സംരക്ഷണവും പരിപാലനവും ഉണ്ട് എന്ന് തിരുവചനം നമ്മെ ഉറപ്പോടെ പറയുമ്പോൾ, ഒരു ദൈവഭക്തനായി ജീവിപ്പാൻ നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. ദൈവഭക്തൻ്റെ പ്രത്യേകത, അവൻ ദൈവ തിരുമുഖം അന്വേഷിക്കുന്നവനാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഭക്തൻ. അത് സുഖകാലത്തും ദുഃഖകാലത്തും ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ദൈവഭക്തൻ. അങ്ങനെയുള്ള ഒരു ദൈവഭക്തനെ കുറിച്ച് തിരുവചനം പറയുന്നു: ഏത് അവസ്ഥയിലും സൂക്ഷിക്കുവാൻ, കരം പിടിക്കുവാൻ, വഴി നടത്തുവാൻ കർത്താവിൻ്റെ കരമുണ്ടെന്ന തിരുവഴുത്ത് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3 ബാലകന്മാർ, അവരുടെ പേര് ഹനന്യാവ്, അസരിയാവ്, മിശായേല്, അല്ലെങ്കിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ഈ ബാലകന്മാർ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കാതെ തങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ച് വിശ്വസിക്കുന്നവരാകുന്നത് കൊണ്ട്, രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കാത്തത് മൂലം രാജാവ് അവരെ തീച്ചൂളയിൽ ഇട്ട് കളയാൻ കൽപ്പിച്ചപ്പോഴും, അവരുടെ മുമ്പിൽ തീച്ചൂള ശക്തിയോടെ എരിയുമ്പോഴും അവർ തീച്ചൂളയെ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ആ തീച്ചൂളയ്ക്കും അവരെ തൊടുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, തീച്ചൂളയുടെ നടുവിലും ഇറങ്ങി തൻ്റെ ഭക്തന്മാരെ വിടുവയ്ക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവരിലൂടെ വെളിപ്പെടുവാൻ ഇവിടെയായെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ജീവിതത്തിൻ്റെ ഏതവസ്ഥയിൽ കൂടെ കടന്നുപോയാലും, കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടന്നുപോയാലും അതിനെ അനുഗ്രഹമായ ജലാശയമാക്കി മാറ്റുവാൻ, അനുഗ്രഹമായ സന്തോഷത്തിലേക്ക് നടത്താൻ ദൈവത്തിൻ്റെ കരം ഭക്തന്മാർക്കുണ്ടെന്ന് ഓർപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന ലോകസുഖങ്ങളുടെ പിന്നാലെ മനുഷ്യൻ ഓടുന്നത് പോലെ നാം അതിൻ്റെ പിന്നാലെ ഓടാതെ, ഏതവസ്ഥയിലും, ഏത് പ്രതിസന്ധിയിലും, രോഗത്തിലും അനാരോഗ്യത്തിലും, സന്തോഷത്തിലും ദുഃഖത്തിലും, പ്രതാപത്തിലും പ്രയാസത്തിലും ഒക്കെ നമ്മെ സൂക്ഷിക്കുന്ന ആ നല്ല കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. ചുരുങ്ങിയ ദിനങ്ങൾ കൂടെ മാത്രമേ ഈ 2025 ശേഷിക്കുമ്പോൾ ദൈവം നമുക്ക് ചെയ്ത നന്മകൾക്ക് നന്ദി പറയുന്നവരും, ദൈവ തിരുമുഖം അന്വേഷിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരുമായി മാറുവാൻ കർത്താവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാ വിധത്തിലും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ, മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.